നെഹ്റു ക്യൂസ്. ചോദ്യം 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. ചോദ്യം 2. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്ന്? ഉത്തരം 1889 നവംബർ 14. ചോദ്യം 3. നെഹ്റുവിൻ്റെ മാതാവ് ആരാണ്? എന്താണ് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്? ഉത്തരം സ്വരൂപ് റാണി. സ്വരൂപ് റാണി. ചോദ്യം 4. നെഹ്റുവിൻ്റെ പിതാവ് ആരാണ്? ആരാണ് നെഹ്റുവിൻ്റെ പിതാവ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഉത്തരം മോത്തിലാൽ നെഹ്റു. ചോദ്യം 5. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ ആരാണ്? ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ? ഉത്തരം കമല കൗൾ. കമല കൗൾ. ചോദ്യം 6. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുത്രി മകൾ ആരാണ്? ഉത്തരം ഇന്ദിര പ്രിയദർശിനി. ഉത്തരം ഇന്ദിര പ്രിയദർശിനി. ചോദ്യം 7. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. ചോദ്യം 8. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ഹെറാൾഡ്. നാഷണൽ ഹെറാൾഡ്. ചോദ്യം 9. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 10. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏതാണ്? എന്താണ് അതിൻ്റെ പേര്? ഉത്തരം ശാന്തിവനം. ഉത്തരം ശാന്തിവനം. ചോദ്യം 11. ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 12. ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 13. ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ എന്താണ്? ആ വിദ്യാലയത്തിൻ്റെ പേര്? ശരിയായ ഉത്തരം ഹാരോ പബ്ലിക് സ്കൂൾ. ഹാരോ പബ്ലിക് വിദ്യാലയം എന്നാണ് അതിൻ്റെ പേര്. ചോദ്യം 14. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആനന്ദ ഭവനം. ഉത്തരം ആനന്ദ ഭവനം. ചോദ്യം 15. നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടത്? ഉത്തരം 1916. 1916. ചോദ്യം നമ്പർ 16. ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത്? ഉത്തരം ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിൽ.
ചോദ്യം 17. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. ചോദ്യം 18. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആര്? ആർക്കാണ് ആദ്യമായി നെഹ്റു പുരസ്കാരം ലഭിച്ച വനിത? ഉത്തരം മദർ തെരേസ. ഉത്തരം മദർ തെരേസ. ചോദ്യം നമ്പർ 19. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം 20. നെഹ്റുവിനെ INC പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? ഏത് സമ്മേളനമാണ് നെഹ്റുവിനെ INC പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്? ഉത്തരം ലാഹോർ സമ്മേളനം. ചോദ്യം 21. നെഹ്റുവിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ലാഹോർ സമ്മേളനം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1929. ഉത്തരം 1929. ചോദ്യം 22. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ പ്രസംഗത്തിന്റെ പേര്? ഉത്തരം ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ചോദ്യം 23. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 24. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ചോദ്യം 25. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ്? ഏത് വർഷത്തിലാണ് ഭാരതരത്നം ലഭിച്ചത്? ഉത്തരം 1955. ഉത്തരം 1955. ചോദ്യം 26. ആ ദീപം പൊലിഞ്ഞു എവിടെയും ഇരുട്ട് തന്നെ ആരെക്കുറിച്ചാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ചോദ്യം 27. ഇംഗ്ലണ്ടിൽ ജവഹർലാൽ നെഹ്റു പഠിച്ച സർവകലാശാല ഏതാണ്? ഇംഗ്ലണ്ടിൽ ജവഹർലാൽ നെഹ്റു പഠിച്ച സർവകലാശാല? ഉത്തരം കേംബ്രിഡ്ജ് സർവകലാശാല. ചോദ്യം 28. നെഹ്റുവിന്റെ സഹോദരങ്ങൾ ആരൊക്കെ? നെഹ്റുവിന്റെ സഹോദരങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം 1 വിജയലക്ഷ്മി പണ്ഡിറ്റ്, 2 കൃഷ്ണ ഹദീൻ സിംഗ്. ചോദ്യം 29. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം 30. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്? ഉത്തരം 1964 മെയ് 27.